അപ്പൊ നമുക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ട പോഷകം, പരിപാലനത്തിന് ഊർജത്തിന് ആവശ്യ കാര്യങ്ങൾ ദൈവമേ, ആബപിതാവേ അങ്ങ് നൽകണം, വേറെ ആരും നൽകരുത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥന എടുക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 65-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4-ാമത്തേതിലേക്ക് നമ്മൾ കഴിഞ്ഞ സെഷനിൽ കടക്കുകയുണ്ടായല്ലോ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതിനകത്ത് 4 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആഹാരം എന്താണ്, ആവശ്യകമായത് എന്താണ്, അങ്ങ് തരണമേ എന്നുള്ളത് ഇന്ന് 4 മേഖല. നമ്മളത് 2-ാമത്തേതിലാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യകമായ ആഹാരം എന്തൊക്കെയാണ് എന്ന്. ദൈവം പറുദീസയിൽ മനുഷ്യനെ ഏദൻ തോട്ടം ഒരുക്കി പറുദീസയുടെ അനുഭവത്തിൽ അവിടെ ആക്കിയപ്പോൾ ആ മനുഷ്യന് ദൈവം കൊടുത്ത 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ നിലനിൽപ്പിനും മനോഹരമായ ദൈവം ഉദ്ദേശിക്കുന്ന പോലെയുള്ള തികവിലും നിറവിലും ഹോൾനെസ്സിലുമുള്ള പൂർണ്ണ മനുഷ്യൻ ആ ഒരു അവസ്ഥയെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ശരീരത്തിൻ്റെ ഭക്ഷണം, അതുപോലെ തന്നെ സാമൂഹിക കൂട്ടായ്മയുടെ ചേർന്ന ഇണ, മാനസിക, വൈകാരിക, ബൗദ്ധിക മേഖലയിലൊക്കെയുള്ള ഒരു പങ്കുവെക്കലും ചേർച്ചയും ഫുൾഫില്ലിങ്ങും കോംപ്ലിമെന്റാലിറ്റി എല്ലാം അവിടെ കാണുകയുണ്ടായി. 3-ാമത്തേത് ആത്മാവ് നമുക്കുണ്ട്. ആത്മാവിന് വേണ്ട ദൈവത്തിൻ്റെ കൃപാവരം, വചനത്തിൻ്റെ അപ്പം, അങ്ങനെയുള്ള കാര്യങ്ങൾ. 4-ാമത്തേത് ദൈവത്തിൻ്റെ തന്നെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം. ഇപ്പം നമുക്ക് ശരീരത്തിൻ്റെ തലമുണ്ട്, ബുദ്ധി, മനസ്സ്, ചിന്ത, ഇന്ദ്രിയങ്ങൾ, ഓർമ്മ, ഭാവന, വികാര, വിചാരങ്ങൾ, അങ്ങനെ ഒരു തലം നമുക്കുണ്ട്. 3-ാമത് നമ്മുടെ ഒരു ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ശരീരം അവിടെ ഉണ്ടെങ്കിലും അവിടെ മരിച്ച വീട്ടിൽ വരുന്ന ആൾക്കാർ ആ ആള് അവിടെ ഉള്ളതായിട്ട് അല്ല കരുതുന്നത്. ശരീരം അവിടെ ഉണ്ട്, അത് ഭൗതിക അവശിഷ്ടം എന്ന് മാത്രമേ ഉള്ളൂ. ശരീരം മാത്രമേ അവിടെ ഉള്ളൂ. ആള് പോയി നമ്മൾ പറയല്ലേ, മരിച്ചു പോയി. അപ്പം ശരീരത്തെക്കാളും നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവിനാണ് ഞാനെന്ന് പറയുമ്പോൾ അർത്ഥം വരുന്നത്, സൂചന വരുന്നതിലൂടെ വ്യക്തമാണ്. പിന്നെ 4-ാമത്തേത് നമ്മളായിരിക്കുന്ന പോലെ ആയിരിക്കാനും വളരാനും നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. നമ്മൾ കാണുകയുണ്ടായി, എന്നെ കൂടാതെ ദൈവത്തിൻ്റെ സാന്നിധ്യം, എന്നെ കൂടാതെ എനിക്ക് ഒന്നിച്ചാൽ പറ്റത്തില്ല, ആളില്ലാത്ത വീടാകരുത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം കൂടെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമുക്കിത് നല്ലപോലെ ഒരു ചിത്രം നമുക്ക് വേണം. അവ്യക്തമായ കുറച്ച് കാര്യങ്ങളല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഒരു വാഹനത്തിൻ്റെ കാര്യം ഓർത്ത് നോക്കിക്കൂ. ഒരു നല്ല കാറ്, ആ കാറിനും ഈ 4 മേഖല ഉണ്ടാവണം. ഒരു കാർ അതിൻ്റേതായ ഒരു പൂർണ്ണമായ ഉപയോഗത്തിൽ ആയിരിക്കാനായിട്ട് ഏതൊക്കെയാണ്? ഒന്ന്, കാറിൻ്റെ ഫിസിക്കൽ ബോഡി, അതിൻ്റെ തകിട് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ബോണറ്റും ബോഡിയും ഡോറും ടോപ്പും വീലുകളും ചക്രങ്ങൾ, എൻജിന്, അതിനകത്ത് വെച്ചിരിക്കുന്ന മറ്റ് പൈപ്പുകൾ, കൊള്ളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ബാറ്ററി, വയറുകൾ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഹാർഡ്വെയർ എന്നൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ പറയുന്ന പോലെ കമ്പ്യൂട്ടർ മേഖല ഹാർഡ്വെയർ, അങ്ങനെ സംവിധാനം. നമ്മുടെ ഹാർഡ്വെയർ ആണ് നമ്മുടെ ശരീരം, നമ്മുടെ അസ്ഥിയും മാംസവും രക്തവും കോശങ്ങളും, ഇതെല്ലാം നമ്മുടെ ഹാർഡ്വെയറാണ്. അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ഹാർഡ്വെയർ അങ്ങനെയുണ്ട്. 2-ാമത്തേത്, ഒരു വാഹനത്തേക്ക് നോക്കുമ്പം അതിനൊരു സോഫ്റ്റ്വെയർ മേഖലയുണ്ട്. നമുക്ക് ബുദ്ധി, മനസ്സ്, ചിന്ത, ഓർമ്മ, ഭാവന, വികാര, വിചാരങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ കാറിലും ഇന്ദ്രിയങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാറിലും വാഹനത്തിലും ഉണ്ട് സോഫ്റ്റ്വെയർ. അതിൻ്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, ബാറ്ററി പെട്ടി കാണാൻ പറ്റും, പക്ഷേ അതിൽ വൈദ്യുതി ഉണ്ട്. ആ വൈദ്യുതി പ്രസരിക്കുന്നുണ്ട്, അത് ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അങ്ങനത്തെ കുറേ ക്രമീകരണങ്ങൾ ഇലക്ട്രോണിക്, ഡിജിറ്റൽ, കമ്പ്യൂട്ടർ മേഖലയിലൊക്കെയുള്ള കുറേ ക്രമീകരണങ്ങൾ ഈ വാഹനത്തിലുണ്ട്. അതിൻ്റെ ആ ഒരു സിസ്റ്റം അത് ഫങ്ഷനിങ് ആവണം, എങ്കിലേ ഹാർഡ്വെയർ ആക്റ്റീവായിട്ട് ഉപകാരപ്പെടുള്ളൂ. സ്റ്റാർട്ട് ആകാനും എല്ലാത്തിനും നമുക്കറിയാമല്ലോ, ഇന്ന് ഒത്തിരി സെൻസറുകളൊക്കെ വെച്ച് ഓട്ടോ ഡ്രൈവിങ്ങിൻ്റെ സംവിധാനം പോലും വാഹനങ്ങളിലുണ്ട്. അതെല്ലാം സെൻസറുകൾ, അതിൻ്റെ ഹാർഡ്വെയർ ഉണ്ട്, പക്ഷേ സോഫ്റ്റ്വെയർ അത് ഫങ്ഷനിങ് ആക്കുന്നത്. അപ്പം അങ്ങനെ 2-ാമത്തെ തലം അതാണ്. അപ്പോൾ നമുക്കത് മനസ്സ്, ബുദ്ധി മേഖലയാണ്.
ഇനി മൂന്നാമത്തെ, അങ്ങനെ ഹാർഡ്വെയർ കറക്റ്റ്, സോഫ്റ്റ്വെയറും കറക്റ്റ്, എങ്കിലും ഒരു വാഹനം ശരിക്കും ഫങ്ഷൻ ചെയ്യാനായിട്ട്, വാഹനം ഉപയോഗത്തിലേക്ക് വരാൻ ഒരു ഡ്രൈവർ വേണം. ഒരു ഡ്രൈവറിനെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഡ്രൈവറാണ് ഈ വാഹനം എല്ലാം ശ്രദ്ധിക്കുന്നത്. അതിൻ്റെ ബോഡിയൊക്കെ നോക്കുന്നു, പെയിന്റ് നോക്കുന്നു, ടയറിന്റെ കാറ്റ് നോക്കുന്നു, ബാറ്ററി ചാർജ് ഉണ്ടോ നോക്കുന്നു, മറ്റെല്ലാം നോക്കി കറക്റ്റാക്കി തുടച്ച് വൃത്തിയാക്കി ഭംഗിയായിട്ട് ഡ്രൈവർ അതിനെ ഓടിച്ചു കൊണ്ടുപോകുന്നു, സൂക്ഷിക്കുന്നു, കൈകാര്യം ചെയ്യുന്നു. ഇത് നമ്മുടെ അരൂപിയാണ്, ആത്മാവാണ്. അരൂപി എന്ന് പറയുമ്പോൾ കൺഫ്യൂഷനാണ്. ആത്മാവാണ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ഈ ഭവനത്തിന്റെ ഡ്രൈവറാണ്, ഒരു കാര്യസ്ഥൻ. അതാണ്. നമുക്ക് ഉടമസ്ഥതയല്ല. ഡ്രൈവർക്ക് വണ്ടിയുടെ ഉടമസ്ഥത ഇല്ല. ഡ്രൈവർ ഉടമസ്ഥ തന്നെ വണ്ടി ഓടിക്കുന്ന അവസരമുണ്ട്, അത് വേറെ. ഞാൻ പറയുന്നത്, ഡ്രൈവറെ വെച്ച് ഒരു ഉടമസ്ഥൻ വണ്ടി ഓടിക്കുക, ഒന്നൊന്നര വണ്ടി വാങ്ങിച്ചിട്ടിരിക്കുന്ന ഡ്രൈവറെ വെച്ചിരിക്കുകയാണ്. ഡ്രൈവറെ വണ്ടി എല്ലാ കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്, ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തേത്. അപ്പോൾ ഡ്രൈവർ അതിൻ്റെ കാര്യസ്ഥത നിർവഹിക്കുന്ന ആളാണ്. ഇനി നാലാമത്തേത്, നമ്മുടെ ഉള്ളിൽ നമുക്കൊപ്പം അല്ലെ നമ്മുടെ വക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആള്, ഉടമസ്ഥൻ, വണ്ടിയുടെ ഉടമസ്ഥൻ. നമ്മുടെ ഉടമസ്ഥൻ ദൈവം. ആളൊഴിഞ്ഞ വീട്, മത്തായി 12:44. ആളൊഴിഞ്ഞ വീട്, ഒരു വീടിന്റെ ആളെന്ന് പറഞ്ഞാൽ ഉടമസ്ഥനാ. ഈ വണ്ടിയുടെ ആളാരാ ചോദിക്കുമ്പോൾ, പോലീസ് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയും അത് ഇന്ന ആളിൻ്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല. 1 കൊരിന്തോസ് 3:16-17 ഒക്കെ വാക്യങ്ങളിലും 1 കൊരിന്തോസ് 6:18, 10, 20 ഒക്കെ വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാ. പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. ഉടമസ്ഥൻ ദൈവമാണ്. അപ്പൊ കാറിന്റെ ഉടമസ്ഥൻ വരുന്നു. ആ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന പോലെ വേണം കാറ് സൂക്ഷിക്കാൻ. ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന സമയത്ത് കാർ എത്തിയിരിക്കണം. ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വേണം ഡ്രൈവർ കാർ ഓടിക്കാൻ. തോന്നിയ പോലെ സ്പീഡിലും ഒക്കെ ഓടിച്ച ഉടമസ്ഥൻ അങ്ങനെ പറഞ്ഞു വിടും. ഉടമസ്ഥൻ പറയും ഇന്ന സ്പീഡിൽ ഓടിക്കണം, ഇന്ന രീതി വേണം പെരുമാറാൻ. അങ്ങനെ ഉടമസ്ഥൻ നിശ്ചയിക്കുന്ന കാർ ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ പോലെ ആണ് നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ഈ സിസ്റ്റവും വരുന്നത്. അപ്പം അങ്ങനെ 12 കാര്യം. അപ്പം കാറിൻ്റെ കാര്യം പറയുമ്പോൾ കാറിന് എന്താണ് പോഷണമായിട്ട് വരേണ്ടത്? അതിനെ ഇപ്പോൾ തുരുമ്പ് പിടിക്കരുത്, ടയറിൽ കാറ്റുണ്ടായിരിക്കണം, അവിടെ കാറ്റടിക്കണം, ബാറ്ററിക്ക് ചാർജ് ഉണ്ടായിരിക്കണം, ഡൈനമോക്ക് വർക്ക് ചെയ്യണം, ചാർജ് പോയാൽ വണ്ടി ഷാർട്ടാവുകയില്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അതിന് ആഹാരം എന്ന് പറഞ്ഞ പോലെ ആ ബോഡി ഭാഗത്തിന് വശത്തിന് കിട്ടാനായിട്ടുണ്ട്. തുരുമ്പ് പിടിച്ച് പോയാൽ പറ്റിയല്ല, ഇളകി പറഞ്ഞു പോയാൽ പറ്റിയല്ല. അതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു കീപ്പപ്പ് ചെയ്യണം. അതുപോലെ അതിൻ്റെ സോഫ്റ്റ്വെയർ മേഖലയിലും അതൊക്കെ ഫങ്ഷനിങ് ആയിരിക്കണം. ബാറ്ററി ശരിക്കും വെള്ളമൊക്കെ ഉണ്ടായിരിക്കണം, അതിൻ്റെ ഫങ്ഷനിങ് ആയിരിക്കണം, ചാർജ് ഉണ്ടായിരിക്കണം, ഡൈനാമോ വർക്ക് ചെയ്യുന്നുണ്ടാവണം. അതുവഴിയായിട്ട് ചാർജ്, ബാറ്ററിയൊക്കെ ഫുൾ സപ്ലൈ അതിൻ്റെ എല്ലാം ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കി ഫങ്ഷനിങ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് വേണം. അതുകൊണ്ട് ഡ്രൈവറും ആരോഗ്യത്തോടെ സുബോധത്തോടെ ഉണ്ടായിരിക്കുന്നതല്ലേ. മദ്യപിച്ച് വണ്ടി ഓടിക്കരുത്, ഉറക്കം തൂങ്ങി വണ്ടി ഓടിക്കരുത്, അപകടമാണ്. അപ്പോൾ ഡ്രൈവർക്കും ഒരു മെയിൻ്റനൻസ് ആവശ്യമുണ്ട്. അങ്ങനെ എല്ലാം വരുമ്പോഴാണ് ഈ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉടമസ്ഥൻ്റെ സാന്നിധ്യം വണ്ടിക്കകത്ത് വന്നു കഴിയും. വണ്ടി മനോഹരമായിട്ട് അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് അത് ഫങ്ഷനിങ് ആയിരിക്കും. അപ്പോൾ ഇത് തന്നെ നമ്മളെക്കുറിച്ചും നമുക്ക് പറയാനായിട്ടുള്ളത്. ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. മാനസിക, വൈകാരിക, ബൗദ്ധിക, ഇന്ദ്രിയപര മേഖലയിലൊക്കെ ഉള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആത്മാവിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. ആത്മാവിൻ്റെ ആരോഗ്യം പോകുന്നതാണല്ലോ പാപം. അത് ലഘുപാപം, മാരകപാപം. അപ്പം ഡ്രൈവർക്ക് ഇച്ചിരി ജലദോഷവും തുമ്മലും വരുന്നു, ഇച്ചിരി തലവേദനയുണ്ട്, കുഴപ്പമില്ല, വണ്ടി ഓടിക്കാം. ചില ഉറക്കപ്പിച്ച് ശകലമുണ്ട്, പക്ഷെ കട്ടക്കാൻ പിടിച്ചിട്ടൊക്കെ ഓടിക്കാം, അതാ വണ്ടി ഓടിക്കാം. പക്ഷേ ഡ്രൈവർക്ക് തലകറക്കം വന്ന് ബോധം കിട്ടും, വണ്ടി ഓടിക്കാൻ പറ്റിയല്ല. ആത്മാവ് മാരകപാപത്തിൽപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റം മൊത്തം തകരാറിലാവും. ഡ്രൈവർക്ക് അതിൽ ഉപയോഗിക്കാം. ഡ്രൈവർക്ക് അവിടെ ആയിരിക്കാൻ പറ്റിയല്ല. അപ്പോൾ ഡ്രൈവർ കെയർ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ശരീരത്തിൻ്റെ കെയർ, വൈകാരിക, മാനസികം എല്ലാം കെയർ എടുക്കണം. അപ്പോൾ ഡ്രൈവർ വേണ്ട പോലെ കെയർ എടുത്ത് തന്നെ സൂക്ഷിച്ച് ആരോഗ്യത്തെ നിലനിർത്തി വാഹനം ശ്രദ്ധിച്ചുകൊണ്ട് നീങ്ങണം. അല്ലെങ്കിൽ മൊത്തം സംവിധാനം അവിഞ്ഞു പോകും. അവിശ്വസ്തനായ കാര്യസ്ഥനെ കുറിച്ച്, അലസനായ കാര്യസ്ഥനെ കുറിച്ച് മത്തായി 24-ാം അധ്യായത്തിൽ 45, 46, 47 വായിക്കുന്നില്ലേ? യജമാനൻ വരാൻ താമസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അലസനായ ദുഷ്ടഭൃത്യൻ മദ്യപിക്കാനും മറ്റു ഭൃത്യന്മാരെ അടിക്കാനും ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയാൽ യജമാനൻ വന്നാൽ അവൻ പിരിച്ചുവിടും. അപ്പോൾ ഒരു ഉത്തരവാദിത്തമുള്ള ഡ്രൈവറാണ് വണ്ടി കൃത്യമായിട്ട് സൂക്ഷിക്കും, അതിൽ ജാഗ്രതയുടെ ഉണ്ടായിരിക്കും. എന്നാൽ അശ്രദ്ധമായിട്ട് വണ്ടി അവിടെ ഇവിടെയും കൊണ്ട് ഇടുന്നു, പൂട്ടുന്നില്ല, ലോക്ക് ചെയ്യാതെ ഇട്ടിട്ട് പോകുന്നു. അങ്ങനെയൊക്കെ ചെയ്താൽ വണ്ടി അപകടത്തിൽപ്പെടും.
ചിലപ്പോൾ വേറെ വല്ലൊരു വണ്ടിക്കകത്തുനിന്ന് കയറിയിട്ട് തട്ടിക്കൊണ്ട് പോകും. അപ്പോൾ ഉടമസ്ഥൻ ഇരിക്കേണ്ട സീറ്റിൽ ചില കൊള്ളക്കാർ വന്ന് കയറി വെച്ചിട്ട് ഡ്രൈവറെ കീഴ്പ്പെടുത്തി മദ്യം കൊടുത്ത് മയക്കുമരുന്ന് കൊടുത്ത് വല്ലാണ്ടാക്കിയിട്ട് ഡ്രൈവറെ വണ്ടിയെ തട്ടിക്കൊണ്ട് പോകുന്ന അപകടം. അപ്പോൾ സംഗതി മൊത്തം ഉടമസ്ഥനിൽ നിന്ന് വണ്ടി പോവുകയാണ്. ഇതാണ് ശരിക്കും നമ്മുടെ ആത്മാവിനെ പിശാച് വന്ന് തെറ്റായ രീതിയിൽ പ്രേരിപ്പിച്ച് വഴിതെറ്റിച്ച് അവൻ്റെ കസ്റ്റഡിയിലാക്കിയിട്ട് അതാണ് ബന്ധനത്തിലാക്കുന്നു. ദുഷ്ടൻ ശക്തൻ കാവൽ നിൽക്കുന്ന ഭവനത്തിൽ അവൻ്റെ കസ്റ്റഡിയിൽപ്പെട്ട് കിടക്കുന്ന മനുഷ്യ മക്കളെ മോചിപ്പിക്കാൻ ഈശോ വരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അപകടാവസ്ഥ ആർക്കും ഉണ്ടാവാം. അപ്പം നമ്മളെ തന്നെ ശ്രദ്ധിക്കാതെ ഉടമസ്ഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കാതെ അവരും പറയുന്ന കേട്ടും മദ്യപിക്കാനും, ഈശോ പറയുന്ന പോലെ ദുഷ്ടഭൃത്യൻ മദ്യപന്മാരോടുകൂടി മദ്യപിക്കാനും കലഹിക്കാനും ഒക്കെ തുടങ്ങിയാൽ എന്ന് പറയുന്ന പോലെ പെരുമാറിക്കഴിഞ്ഞാൽ ഈ ഡ്രൈവറെ വണ്ടിയും മറ്റ് ദുഷ്ടരായ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോയി പോകുന്ന വഴിക്ക് തല്ലി, അല്ലെങ്കിൽ ബോധം കെടുത്തി, അല്ലെങ്കിൽ മയക്കുമരുന്നുള്ള ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ട് തോക്ക് ചൂണ്ടിക്കാണിച്ച് കത്തി കാണിച്ചുകൊണ്ട് വണ്ടി വിട്ടുകൊണ്ട് പോകുന്നു, അങ്ങനെ കൊണ്ടുപോകുന്നു. ഇതാണ് പൈശാചിക സ്വാധീനത്തെപ്പെട്ട് ദൈവത്തിൻ്റെ വഴി വിട്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. അപ്പം നമുക്ക് ആവശ്യമായ ആഹാരം ഇന്ന് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ട പോഷകം, പരിപാലനത്തിന് ഊർജ്ജത്തിന് ആവശ്യ കാര്യങ്ങൾ ദൈവമേ ആബപിതാവേ അങ്ങ് നൽകണം, വേറെ ആരും നൽകരുത്. അപ്പോൾ ആവശ്യകമായ ആഹാരം എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവം ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന പോലെ വാഹനം ഫങ്ഷനിങ് ആകാൻ ആവശ്യമുള്ളത് എന്തോ നമ്മളുടെ സ്വർഗീയ പിതാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം നമുക്ക് ഓരോ ദിവസവും ലഭ്യമാകണം എന്നാണ് ഇതിനർത്ഥം. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷയുടെ കാര്യങ്ങൾ കണ്ടു. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഭക്ഷണങ്ങൾ എന്തെല്ലാമാണ്, നമുക്കതിലേക്ക് അടുത്ത സെഷനിൽ കടന്നു വരാം. അതതിൻ്റെ ക്രമത്തിൽ ആവശ്യമായത് എടുത്ത് ആവശ്യമല്ലാത്തതും അപകടകരമായത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നീങ്ങാനായിട്ട് സാധിക്കണം. അതിനുള്ള സഹായമാണ് നമ്മൾ ഈ ഒരു 4ാമത്തെ യാചനയിൽ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.